ഖത്തറിലും ദുബായിലും ട്രെൻഡിങ് ആയ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കനാണ്. അതിലേക്ക് ചിക്കൻ വലിയ പീസ് നോക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊരു സാധനം വെച്ച് തട്ടി കൊടുക്കണേ. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കണം. കാരണം മസാല എല്ലാം നല്ല ഉള്ളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനാവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് നോക്കണേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിപ്പൂണ്ട പേസ്റ്റ്, തൈര്, നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആ പീസിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണേ. എന്നിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ എല്ലാ മസാലയും ഉള്ളിൽ ഇറങ്ങുള്ളൂ. പാൻ വെച്ച് പാനിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമ്മൾ തിരിച്ച് മറിച്ചുവിട്ടും വേവിച്ചെടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം. നല്ല കരിഞ്ഞ് മുരണ്ട് പോവരുത്. ഇതിലേക്ക് ആവശ്യമായ ക്രീം നമുക്ക് റെഡിയാക്കേണ്ടതിരിക്കുന്നു. 2 മുട്ട അവിച്ചതാണ്. അതിൽ ഒരു മുട്ടയുടെ പകുതി മഞ്ഞക്കരു ഇട്ടാൽ മതി. 2-3 പീസ് വെളുത്തുള്ളി. അടുത്ത് ഞാൻ ചീസ് വീട്ടിൽ റെഡിയാക്കിയതാണ്. ആവശ്യത്തിന് ചീസും ഇട്ട് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീത്തി കൊടുക്കാത്തത്. കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പും ഇട്ട് ഒന്നടിച്ചെടുക്കണേ. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ വീത്തി ഒരിക്കൽ കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രീം പരുവത്തിൽ കിട്ടും. അത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസിലേക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിക്കീരയും ഇട്ട് ഫില്ലാക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് അതൊന്ന് പിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. വായിലിട്ടാലേ അലിഞ്ഞു പോവും. അത്രമാത്രം ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങൾ ഇതുപോലെ ഈ ഇഫ ചിക്കൻ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്.